പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശയാത്രകൾ തുടരുകയാണ്. അപ്പോൾ ആദ്യം പോയത് മംഗോളിയയിലാണ്. മംഗോളിയയിൽ പോയ യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൈനയോട് മല്ലടിച്ച് നിൽക്കുന്ന ഒരു രാജ്യമാണ് മംഗോളിയ. 2050 ആകുമ്പോൾ മംഗോളിയ തങ്ങൾക്ക് പിടിച്ചെടുക്കണമെന്നാണ് ചൈനയുടെ ആഗ്രഹം. കാരണം മംഗോളിയയ്ക്ക് ചുറ്റിനും ചൈനയാണെന്ന് പറയാം. ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള രാജ്യമാണ്. അത് കഴിഞ്ഞ് മോദി പോയത് സൈപ്രസിലാണ്. ചൈന മംഗോളിയയോട് എങ്ങനെ നിൽക്കുന്നോ അതുപോലെ തന്നെ തുർക്കിയോട് ഇടഞ്ഞു നിൽക്കുന്ന രാജ്യമാണ് സൈപ്രസ്. അപ്പോൾ രണ്ട് രാജ്യങ്ങളിൽ മംഗോളിയ പിന്നെ സൈപ്രസ് രണ്ടിടത്തും പോവുക വഴി ഇന്ത്യയോട് നല്ല ബന്ധത്തിലല്ലാത്ത രണ്ട് രാജ്യങ്ങൾക്ക് വളരെ കൃത്യമായ സന്ദേശം മോദി കൊടുത്തിരിക്കുകയാണ്. നിങ്ങളില്ലെങ്കിൽ ഇവരുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെയാണോ? അതെ, 20 വർഷത്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി സൈപ്രസിൽ. എന്തൊരു സ്വീകരണമായിരുന്നു അല്ലേ? വലിയ സ്വീകരണമായിരുന്നു. അപ്പോൾ പ്രസിഡന്റ് നീക്കോസ് ക്രിസ്റ്റോദൂലിദസ് അദ്ദേഹമൊക്കെ വന്ന് നല്ല ജോറാക്കി. അവിടെ ലിമസോളിൽ ബിസിനസ് നേതാക്കളെയും കച്ചവട സമൂഹത്തിനെയൊക്കെ അഭിസംബോധനയൊക്കെ ചെയ്തു. അതിൻ്റെ തലസ്ഥാനം നിക്കോഷ്യയാണ്. നിക്കോഷ്യയിലാണ് പോയി ഇറങ്ങിയതുമൊക്കെ. ഇത് 3 രാജ്യങ്ങളിലേക്കുള്ള ഒരു പര്യടനമാണ്. കാനഡയിലും ക്രൊയേഷ്യയിലും കൂടി പോകുന്നുണ്ട്. ക്രൊയേഷ്യയിലേക്കുള്ള യാത്ര നേരത്തെ തീരുമാനിച്ചിരുന്നു. പക്ഷെ പഹൽഗാം ആക്രമണം വന്നപ്പോൾ അത് മാറ്റിവെച്ച യാത്രയാണിപ്പോൾ പോകുന്നത്. അപ്പോൾ സൈപ്രസിന് തുർക്കിയുമായിട്ട് 1974 മുതൽ സംഘർഷമുണ്ട്. അത് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മറ്റേ ഗ്രീസ് അവിടെ ഒരു ഭരണകൂട അട്ടിമറി നടത്തി. സൈപ്രസിനെ ഗ്രീസിലേക്ക് കൂട്ടിച്ചേർക്കാം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ തുർക്കി സൈപ്രസിലേക്ക് അധിനിവേശം നടത്തി 1974. സൈപ്രസും ഈ ക്രൊയേഷ്യയും പോകാൻ പോകുന്ന രണ്ടും യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളാണ്. സത്യത്തിൽ ഏഷ്യയുടെ ഭാഗമാണെങ്കിൽ പോലും യൂറോപ്യൻ യൂണിയനിലാണ് സൈപ്രസ് ഉള്ളത്. മാത്രമല്ല അടുത്ത കൊല്ലം ആദ്യ പകുതിയിൽ സൈപ്രസ് ആയിരിക്കും യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡന്റ്. അപ്പോൾ ഇപ്പം മോദി പോകുന്നതിന് അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. യൂറോപ്യൻ കൗൺസിലിൻ്റെ പ്രസിഡന്റ് സൈപ്രസ് ആവുന്നതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്കും ചെയ്തെടുക്കാൻ കഴിയും. ഈ വാജ്പേയി 2002, ഇന്ദിരാഗാന്ധി 1983. ഇതാണ് ഇതിനു മുമ്പ് പോയിട്ടുള്ള. അപ്പോൾ 23 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോകുന്നത്. തുർക്കി 1974 കയ്യേറിയത് സൈപ്രസിൻ്റെ വടക്ക് ഭാഗമാണ്, നോർത്ത് സൈപ്രസിൻ്റെ. ഗ്രീസ് തുണച്ചാട്ടിമറിക്ക് ശേഷമാണ് സൈപ്രസിന് ഗ്രീസിൽ ചേർക്കണമെന്നായിരുന്നു ഗ്രീസിൻ്റെ ആഗ്രഹം. അപ്പോൾ ടർക്കിഷ് സിപ്രിയോട്ടുകളും ഉണ്ട്, ഗ്രീക്ക് സിപ്രിയോട്ടുകളും ഉണ്ട്. ഈ സൈപ്രസിൽ 2 വിഭാഗക്കാരും ഉണ്ട്, 2 ഗോത്രത്തിൽപ്പെട്ട ആളുകളും ഉണ്ട്. അപ്പോൾ ടർക്കിഷ് സിപ്രിയോട്ടുകളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സംരക്ഷിക്കണം, അതുകൊണ്ടാണ് ഞങ്ങൾ കയറിയതെന്ന് തുർക്കി വാദിച്ചു. ആ അധിനിവേശം സൈപ്രസിനെ 2ആക്കി. അങ്ങനെ ലോകരാജ്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്നത് റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് ആണ്. എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് സിപ്രിയോട്ട്സ് ഉള്ള ഭാഗമാണ് ലോകം അംഗീകരിച്ചിരിക്കുന്നത്. മറ്റതിനെ തുർക്കി മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. അതായത് ഗ്രീക്ക് സിപ്രിയോട്ട്സ് ഉള്ള സൈപ്രസ് ആണ് 3/2 ഭാഗം സൈപ്രസിൻ്റെ. എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട സൈപ്രസ് അതാണ്. അവിടെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് മോദി. അപ്പോൾ സൈപ്രസ് ഇപ്പോൾ 2 അപ്പോൾ ഈ 3/2 ഭാഗം, മറ്റേത് ഒരു ഭാഗമേ ഉള്ളൂ 3. ഈ തുർക്കിയുടെ ഭാഗം ചേർന്ന് നിൽക്കുന്ന തുർക്കിയോട് ചേർത്തോ അവര്? തുർക്കി തന്നെയാണ്. തുർക്കിയുടെ എന്ന് പറഞ്ഞാൽ ഒരു സ്വയംഭരണം പോലത്തെ പാവ സർക്കാരും ഒക്കെ ആയിട്ടുള്ള പരിപാടി. അപ്പോൾ ഈ യൂറോപ്യൻ യൂണിയൻ അംഗവും ആണ് ഈ സൈപ്രസ്, ഗ്രീസിനോട് ചേർന്ന് നിൽക്കുന്നത്. ഈ വടക്ക് ഭാഗത്തെ ഈ 1/3 തുർക്കിയുടെ കൂടെയുള്ള സൈപ്രസിൽ അത് ടർക്കിഷ് റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ സൈപ്രസ് എന്നാണ് അതിൻ്റെ പേര്. പേരിൽ തന്നെ തുർക്കിയുടെ പേര് ചേർത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇതിൻ്റെ ഈ 2 തുർക്കികളുടെയും ഇടയ്ക്ക് ഒരു ബഫർ സോൺ ഉണ്ട്. അവിടെ ഐക്യരാഷ്ട്രസഭയുടെ സേനയുണ്ട് 1974 മുതൽ. സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവരുള്ളത്. സൈപ്രസ് ശരിക്കും കിഴക്കൻ മെഡിറ്ററേനിയനിലൊരു ദ്വീപാണ്. തുർക്കിക്കും സിറിയയ്ക്കടുത്തുമാണ് സൈപ്രസ്.
ഏഷ്യയിലാണെങ്കിലും യൂറോപ്യൻ യൂണിയൻ അംഗമാണ്. 1960 ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച രാജ്യമാണ് സൈപ്രസ്. അപ്പോൾ ഗ്രീക്ക് സിപ്രിയോട്സ്, ടർക്കി സിപ്രിയോട്സ് ഈ സ്വാതന്ത്ര്യം കിട്ടി 3 വർഷം കഴിഞ്ഞപ്പോൾ 1963 രണ്ടുപേരും യുദ്ധത്തിലേക്ക് പോയി. 2 ഗോത്രമാണല്ലോ, അവർ തമ്മിൽ അടിക്കാൻ തുടങ്ങി. UN ഇടപെട്ടു. അങ്ങനെയാണ് ഈ ടർക്കിഷ് എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇസ്ലാം ആയിരിക്കും. അതെ, മുസ്ലിമായിരിക്കും. മുസ്ലിങ്ങളാണ് അവർ. അപ്പോൾ UN രക്ഷാസമിതിയിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തിന് എപ്പോഴും സൈപ്രസിൻ്റെ പിന്തുണ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ എന്ന് പറഞ്ഞൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ നേരെ യൂറോപ്പിലെത്താവുന്നത് അത് സൈപ്രസിൽ കൂടിയാണ് ആ ഇടനാഴി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ചർച്ചയുമൊക്കെ ഇതിൻ്റെ കൂടെ, ഈ യാത്രയുടെ കൂടെ സൈപ്രസിൻ്റെ കോൺട്രിബ്യൂഷനൊക്കെ ഇടനാഴിക്ക് ഉണ്ടാവണമല്ലോ. അപ്പോൾ നമ്മുടെ ഒരു ഇക്കണോമിക് ഇടനാഴിയുടെയും കൂടി ഭാഗമാണ് സൈപ്രസ്. അല്ലെ, ആദ്യമൊക്കെ മോദി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരുപാട് പേർക്ക് കുരുപൊട്ടുമായിരുന്നു. ചായക്കടക്കാരൻ ലോകം മുഴുവൻ കാണാൻ പോവുകയാണെന്നൊക്കെ കളിയാക്കിയ അന്തം കമ്മികളും സുടുക്കളും നമ്മുടെ കേരളത്തിൽ ഒരുപാടുണ്ടായിരുന്നു. കേരളത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യക്ക് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലൊന്നും അതാരും ഈ പറയുന്ന തരത്തിൽ പരിഹസിക്കാനൊന്നും നിന്നില്ല. പക്ഷേ അങ്ങനെ മോദി യാത്ര ചെയ്ത് ലോകത്തിലെ എല്ലാ രാജ്യത്തലവന്മാരുമായിട്ടും എല്ലാ ജനതയുമായി ഉണ്ടാക്കിയ ഒരു ബന്ധം അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ ഇന്ത്യക്ക് വലിയൊരു അസറ്റായി മാറി. അല്ലേ? ആദരവാണ്, വലിയ ആദരവായി മാറി. ഇത് എനിക്ക് തോന്നുന്നത് ഈ സൈപ്രസിൽ പോയത് ഗ്രീസിനും വലിയ സന്തോഷമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യാന്തര ട്രാവലിൽ യൂറോപ്പിലേക്കുള്ള ട്രാവലിൽ ഇടത്താവളമായിട്ട് എടുക്കുന്നത് ഇതാണ് ഇസ്താംബുൾ ആണ്, തുർക്കിയുടെ തലസ്ഥാനം. അപ്പോൾ ഈ ഓവർഫ്ലൈയിങ് ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് തുർക്കിക്ക് ഒരുപാട് പണം കിട്ടുന്നുണ്ട്. നമ്മുടെ വിമാനങ്ങൾ പോകുമ്പോഴും അവർക്ക് പണം കിട്ടുന്നുണ്ട്. അതിൽ കൂടി പറക്കാനുള്ള ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരുപാട് കാര്യങ്ങൾ, ഇന്ധനം നിറക്കൽ, ഇങ്ങനെ അല്ലെങ്കിൽ തന്നെ ഒരു രാജ്യത്തിന് മുകളിൽ കൂടെ പറക്കാൻ അവർക്ക് പൈസ കൊടുക്കണം. അപ്പം ഈ കുറേ നാളായിട്ട് നമ്മുടെ ട്രാവൽ ഏജൻസൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഇസ്താംബുളിലേക്ക് പോകേണ്ട കാര്യമില്ല, നമ്മൾ ഏതൻസിലേക്ക് പോയാൽ മതി. ഈ ട്രാൻസിറ്റ് നമ്മൾ ഗ്രീസിലേക്ക്. അപ്പോൾ ഗ്രീസിനും നമ്മളെ കൊണ്ടൊരു ഗുണമുണ്ടാവും. അത് കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഇസ്താംബുളിലെ ഈ സ്റ്റോപ്പ് ഓവർ തുർക്കിക്കുള്ള പണിയാണ്, തുർക്കിക്കുള്ള ശരിക്കുള്ള പണിയാണ്. അപ്പം ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സമ്മർദ്ദം കുറേ നാളായിട്ടുണ്ട്. ഇപ്പം ഈ പഹൽഗാമിന് ശേഷം വരുന്ന യുദ്ധത്തിന് മുമ്പേ ഈ നിർദ്ദേശം കിടപ്പുണ്ട്. കാരണം തുർക്കി പാകിസ്ഥാന് വേണ്ടിയിട്ടും കശ്മീരിന് വേണ്ടിയിട്ടും നിലകൊള്ളുകയാണല്ലോ കുറെ കാലമായിട്ട്. നമ്മൾ അർമീനിയക്കാണ് ആയുധം കൊടുക്കുന്നത്, അത് അസർബൈജാനുമായിട്ട് യുദ്ധത്തിലാണ്. അസർബൈജാന് തുർക്കിയാണ് ആയുധം കൊടുക്കുന്നത്. നമ്മൾ കുറെ കാലം ഈ സഹിഷ്ണുത മര്യാദ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ ആവശ്യമില്ല. തായ്വാന് നമ്മൾ ആയുധം കൊടുക്കുന്നുണ്ടായിരുന്നില്ല. എന്തിന് ചൈനയെ പിണക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ തായ്വാന് ആയുധം കൊടുക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ വളരെ ബോൾഡായിട്ടാണ് ആക്ഷൻസ് വരാൻ പോകുന്നത്. നമ്മൾ ഈ ഡ്രോണുകളൊക്കെ തറക്കാനുള്ള D4 തായ്വാന് കൊടുക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ. ഇനി ഞാൻ കാണുന്നത് ഈ ഇതിൽ മറ്റേ ഇസ്താംബുളിലേക്കുള്ള തുർക്കിക്കുള്ള പണി അത് അവസാനിപ്പിച്ചിട്ട് നമ്മൾ ആഥൻസിലേക്ക് പോകും എന്ന് തന്നെയാണ് കരുതുന്നത്. അത് താമസിയാതെ നമ്മളത് കേൾക്കും. അല്ല, ഏതൻസ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഗ്രീസ് ഈ പറഞ്ഞ പോലെ ഈ ഇസ്രയേലിനോടൊക്കെ വലിയ അടുപ്പമുള്ള രാജ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഫേക്ക് സ്റ്റോറി ഉണ്ടായിരുന്നല്ലോ. ഈ ഇറാൻ്റെ ആക്രമണം തുടങ്ങിയപ്പോൾ നെതന്യാഹുവിൻ്റെ വിമാനം, ഒഫീഷ്യൽ വിമാനം, എയർഫോഴ്സ് 1 പോലത്തെ വിമാനം ആദ്യം സൈപ്രസിൽ പോയെന്നായിരുന്നു, പിന്നെ ആഥൻസിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞു. വിമാനം പോയി, 2 ഫൈറ്റർ ജെറ്റുകൾ അകമ്പടിയോടെയാണ് പോയത്. ആഥൻസിൽ ചെന്ന് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത വന്നു. പിന്നെ ആ വാർത്ത കണ്ടിട്ടില്ല. നെതന്യാഹു ഇസ്രായേലിൽ നിന്ന് സംസാരിക്കുന്നതൊക്കെ പിന്നീട് പ്രസംഗങ്ങൾ വരികയും ചെയ്തു. അപ്പോൾ അപ്പോഴും പറയുന്നത് സൈപ്രസും ഗ്രീസുമായി ഇസ്രയേലിനും നല്ല ബന്ധമാണ്. ഇസ്രയേലും ഇന്ത്യയും ഒരുപോലെ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ പൊരുതുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ അവർക്ക് ഇന്ത്യക്കും ഇസ്രയേലിനും ഒരേപോലെ ആശ്രയിക്കാൻ കഴിയുന്ന 2 രാജ്യങ്ങളാണ് ഗ്രീസും സൈപ്രസും. അപ്പോൾ അങ്ങനെ ഈ ജിയോ പൊളിറ്റിക്സിൽ ഒരുപാട് വലിയ മാറ്റം ചേരുവകളുണ്ട് ഇതിനകത്ത്. നേരത്തെ പറഞ്ഞ ഈ ആഥൻസിലേക്ക് പോയി മകൻ്റെ കല്യാണം 27-ാം തീയതി ആവറിൻ്റെ
എന്നൊക്കെയുള്ള കഥകൾ ഇസ്രയേൽ മൊസാദ് തന്നെ പറഞ്ഞു വിട്ടതാണ്. അതെ അതെ. കാരണം ഈ ഇറാൻ ഉറങ്ങിക്കോട്ടെ, അദ്ദേഹം മകന്റെ കല്യാണമായിട്ട് കിടക്കുന്നു, ആദൻസിൽ പോകുന്നു, നമ്മള് അടിയൊക്കെ നടക്കും, ഞാൻ കല്യാണം വിളിക്കാൻ പോവാണ്, അതെ എന്ന് പറഞ്ഞിട്ട് കുറെ കഥകള് അവര് മൊസാദ് തന്നെ ഇറക്കി വിട്ടു. അത് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലേക്ക് സുഡാപ്പികൾ ഇങ്ങനെ തലകുത്തി ആഘോഷിച്ച് മറിയുന്നില്ല, ഇസ്രായേലിൽ കെട്ടിടം തകർക്കുന്നു, അതൊക്കെ ഇതൊക്കെ ഇസ്രായേൽ തന്നെയാണ് പുറത്തു വിട്ടത്. അതെ, ഇസ്രായേൽ അതിൽ ചിലതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു. എന്നിട്ട് ഇത് പുറത്തു വിട്ടിട്ട് ഞങ്ങളുടെ സിവിലിയൻ മേഖലകളിൽ ഇറാൻ ആക്രമിച്ചതുകൊണ്ട് ഞങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറും എനർജി സെക്ടറും ഞങ്ങൾ ആക്രമിക്കുന്നു ന്യായം പറയാൻ വേണ്ടി ഇസ്രായേൽ ബോധപൂർവം പടച്ചു വിട്ടതാണ് ഈ വീഡിയോകളെന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ഒരു സുഡാപ്പിയുടെ ഒരു പോസ്റ്റ് കണ്ടു, അയാൾ പറഞ്ഞിരിക്കുന്ന എന്തോ ഷെറീഫ്, മുഹമ്മദ് ഷെറീഫ് കടയിൽ പോയപ്പോ തക്കാളി അയാളൊരു പച്ചക്കറി മേടിക്കാൻ ഇറാനിൽ നിന്ന് വന്നത് എന്താണെന്ന് ചോദിച്ചു. ഇറാൻ ആപ്പിൾ ഉണ്ടോ എന്ന് ചോദിച്ചു. ആപ്പിൾ ഇല്ല, തക്കാളി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ 15 കിലോ തക്കാളി വാങ്ങിച്ചു. അപ്പോൾ ഇസ്രയേലിൽ നിന്നുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. കുറെ ഓറഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഓറഞ്ച് 20 കിലോ മേടിച്ചിട്ട് ഓടയിലേക്ക് ഒഴുക്കി കളഞ്ഞു. നമുക്കിതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അയാൾ പറഞ്ഞു. അപ്പോഴും ഇസ്രയേലിന് ഗുണമാണെന്ന് ഒരു ഇന്ത്യക്കാരൻ ചൂണ്ടിക്കാണിച്ചു. കാരണം മറ്റേ തക്കാളിയുടെ ഇരട്ടി വിലയാണ് ഓറഞ്ചിന്. അപ്പോഴും ഇസ്രയേലിന് ഗുണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.